നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ചർച്ചകൾ മാത്രം പോരാ, പ്രാവർത്തികമാക്കുന്നതിനുള്ള ശ്രമമാണ് വേണ്ടതെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഓരോ ഗ്രാമങ്ങളും വീടുകളും കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തമാകണമെന്നും മന്ത്രി. തൂക്കുപാലത്തിൽ പാകുന്നതിന് തികയാതെ വന്ന കമ്പകത്തടി വനം വകുപ്പിന്റെ കുളത്തൂപ്പുഴ ഡിപ്പയിൽ നിന്നും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. പാലത്തിന് വീണ്ടും ശാപമോക്ഷ പ്രതീക്ഷ. വലതുകര കനാലിലെ ഒഴുക്കിൽപ്പെട്ട വൃദ്ധ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് 3 യുവാക്കൾ. കിഴക്കൻ മേഖല വീണ്ടും പുലിപ്പേടിയിൽ. തെന്മല നിവാസിയുടെ വീട്ടിലെ വളർത്തുനായയെ കടിച്ചുകീറി. വാർത്തകൾ വിശദമായി. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും കാർഷിക മേഖലയിൽ കേരളം സ്വയം പര്യാപ്തമാകുന്നതിനും കൂടിയാലോചനകളും ചർച്ചകളും മാത്രം പോരെന്നും ചർച്ചകളെക്കാൾ ഉപരി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്നും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പുനലൂരിൽ കേരള വിശ്വകർമ്മ സഭ സംഘടിപ്പിച്ച സംയോജിത മുട്ടഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് അടക്കമുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന പച്ചക്കറികളടക്കം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കീടനാശിനികളുടെ കണക്ക് നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടങ്ങൾ അന്യമായി പോകുന്നു എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുകയില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ വീടുകളില് നമുക്ക് ആവശ്യമുള്ള കുറച്ചൊക്കെ പച്ചക്കറികൾ നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിൻവാങ്ങിയിരുന്നു. മാർക്കറ്റിനെയാണ് നമ്മൾ പൂർണ്ണമായി ആശ്രയിച്ചത്. അതാണ് ആദ്യമേ പറഞ്ഞത്, കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം. ഇവിടെ നമ്മുടെ അടുക്കളത്തോട്ടങ്ങൾ തിരിച്ചു വരുവാൻ ഇത് ഏറ്റെടുക്കേണ്ട ഒരു വലിയ കാലത്തിന്റെ വെല്ലുവിളിയായി ഈ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. അവിടെ മറ്റ് സന്നദ്ധ സംഘടനകളടക്കം അവരുടെ സംയോജിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് എല്ലാ തലങ്ങളിലേക്കും നമുക്ക് പുതിയ സന്ദേശങ്ങൾ എത്തിക്കുവാൻ കഴിയുന്നത്. ഉപഭോഗ സംസ്ഥാനമായ കേരളത്തിന് ഭക്ഷ്യധാന്യങ്ങൾക്കായി അന്യസംസ്ഥാനക്കാരൻ കനിയേണ്ട സ്ഥിതിയാണെന്നും ഓരോ ഗ്രാമങ്ങളും ഓരോ വീടുകളും കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തമാകണമെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തതയാണ്, അതിലേക്ക് നമുക്ക് തിരിച്ചു വരുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ കർഷകർക്ക് തീർച്ചയായിട്ടും അവർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുവാനുള്ള അവസരങ്ങൾ വിവിധ മേഖലകളിൽ. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ച് ഒരു കാര്യം നമുക്ക് എടുത്തു പറയാൻ അഭിമാനത്തോട് പറയാൻ കഴിയുന്നത്, നെൽകർഷകർക്ക് ഏറ്റവും ഉയർന്ന സംഭരണ വില കൊടുക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ഇന്ന് 19 രൂപയാണ് നെല്ലിന് അടിസ്ഥാന വിലയായി കേരളം നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണത്. ഇപ്പൊ കേന്ദ്രം കൊടുക്കുന്ന MSPയെക്കാട്ടിൽ കൂടുതൽ വില കൊടുക്കുന്ന ചുരുക്കം ചില 4 സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളവർ ഒന്ന് കേരളമാണ്. കേരളത്തിന് 19 രൂപ നെല്ലിന് താങ്ങുവില പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കർഷകർക്ക് ഏറ്റവും നല്ല വിപണി വില കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇത് പര്യാപ്തമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അത് ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് പല സന്ദർഭങ്ങളിലും കർഷകരടക്കം സർക്കാരിലേക്ക് റെപ്രസെന്റേഷൻസ് നൽകുന്നുണ്ട്. അവിടെ അത് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പരിഗണനയിലിരിക്കുന്നു. പുനലൂർ രാജാരോഹിണി ഹാളിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിന് KVS സംസ്ഥാന പ്രസിഡന്റ് TM പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ C മോഹൻപിള്ള, BSS ചീഫ് കോർഡിനേറ്റർ BS ഗോപകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. KVS സംസ്ഥാന ജനറൽ സെക്രട്ടറി TK സോമശേഖരൻ സ്വാഗതം പറഞ്ഞു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി B രാധാമണി, വിശാല വിശ്വകർമ്മ ഐക്യവേദി സംസ്ഥാന വൈസ് ചെയർമാൻ PS ചന്ദ്രൻ, തമിഴ് വിശ്വകർമ്മ സമൂഹം സംസ്ഥാന പ്രസിഡന്റ് RS മണിയൻ, അഡ്വക്കേറ്റ് PV രഘുനാഥൻ, M രാമകൃഷ്ണൻ, P ശങ്കരൻ മാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അനിശ്ചിതത്വത്തിലായ തൂക്കുപാല നവീകരണത്തിന് ശാപമോക്ഷ പ്രതീക്ഷ. തൂക്കുപാലത്തിൽ പാകുന്നതിന് തികയാതെ വന്ന കമ്പകത്തടി വനം വകുപ്പിന്റെ കുളത്തൂപ്പുഴ ഡിപ്പോയിൽ നിന്നും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. കമ്പകത്തടിയുടെ അപര്യാപ്തത മൂലം ഏറെ നാളായി മുടങ്ങിക്കിടന്നിരുന്ന തൂക്കുപാലം നവീകരണത്തിന് ജീവൻ വെച്ചു. പാലത്തിൽ പാകുന്നതിനായി തികയാതെ വന്ന 50 ക്യൂബിക് മീറ്റർ കമ്പകത്തടിയാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ കുളത്തൂപ്പുഴയിലെ ഡിപ്പോയിൽ നിന്നും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് കരാറുകാരന് നൽകിയത്. തൂക്കുപാലത്തിൽ പാകുന്നതിനായി 82 ക്യൂബിക് മീറ്റർ കമ്പകത്തടിയാണ് വേണ്ടിയിരുന്നത്. ഇതിൽ 40 ക്യൂബിക് മീറ്റർ കമ്പകത്തടി വനം വകുപ്പിന്റെ വാഴത്തോപ്പ് ഡിപ്പോയിൽ നിന്നും ആഴ്ചകൾക്ക് മുമ്പ് ഏറ്റെടുത്ത് തിരുവനന്തപുരം വേളിയിലുള്ള മില്ലിൽ അറുത്ത് സംസ്കരിക്കുവാനായി വച്ചിരിക്കുകയാണ്. ഇതിൽ ഗുണമേന്മയില്ലാത്ത തടി ഒഴിച്ച് വീണ്ടും ആവശ്യം വന്ന 50 ക്യൂബിക് മീറ്റർ തടിയാണ് ഇപ്പോൾ ഏറ്റെടുത്തത്. ഇത് തിരുവനന്തപുരം പാലോട് മില്ലിൽ അറുത്ത് സംസ്കരിക്കും. ഇതിൽ നിന്നും ഗുണമേന്മയില്ലാത്തത് ഒഴിച്ച് വീണ്ടും തടി ആവശ്യം വന്നാൽ കുളത്തൂപ്പുഴ ഡിപ്പോയിൽ നിന്നും വീണ്ടും വനംവകുപ്പ് നൽകും. മതിയായ അളവിൽ 82 ക്യൂബിക് മീറ്റർ കമ്പകത്തടി വനംവകുപ്പിന്റെ പീച്ചിയിലുള്ള ഉദ്യോഗസ്ഥർ ഫൈനൽ പരിശോധന നടത്തിയാകും തൂക്കുപാലത്തിൽ പാകുന്നത്. കമ്പകത്തടി സൂക്ഷിച്ചതിന് തറവാടക വനംവകുപ്പ് ആവശ്യപ്പെട്ടതാണ് കുളത്തൂപ്പുഴയിൽ നിന്നും തടി ഏറ്റെടുക്കാൻ വൈകിയത്. തൂക്കുപാലം സംരക്ഷണ സമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തറവാടക നൽകേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. കടക്കാമൺ കുളത്തൂപ്പുഴ ഡിപ്പോയിൽ നിന്നായിരുന്നു എടുക്കേണ്ടത്. കടക്കാമൺ ഡിപ്പോയിൽ നിന്ന് ഏകദേശം 22.5 കുബിക്കടിയോളം പണിക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുകയും അതിനുശേഷമുള്ള ബാക്കി 50.54 കുബിക്കടിക്കുള്ള തടി കുളത്തൂപ്പുഴ ഡിപ്പോയിൽ നിന്നാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത്.
പക്ഷെ കുളത്തൂപ്പുഴ ഡിപ്പോയിൽ പുരാവസ്തു വകുപ്പും വനംവകുപ്പുമായിട്ടുള്ള ഒരു ചെറിയ ആശയക്കുഴപ്പം, അതായത് തറവാടക കൊടുക്കേണ്ടത് ഒരു ആശയക്കുഴപ്പത്തിൻ്റെ വിഷയത്തിൽ കുറച്ച് നാളായിട്ട് ഒരു അനിശ്ചിതാവസ്ഥ വന്നിരുന്നു. പക്ഷേ സമയോചിതമായ ഇടപെടലുകൾ സംരക്ഷണ സമിതി നടത്തിയതിൻ്റെ പരിണിത ഫലമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെടുത്തും അതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രിയെടുത്തും പുരാവസ്തു വകുപ്പ് മന്ത്രിയെടുത്തും തൂക്കുപാലം പുനരുദ്ധരിക്കേണ്ട ആവശ്യകതകളെപ്പറ്റി അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെയും പരിണിത ഫലമായി ഫൈനാൻസ് ഒബ്ജക്ഷൻ തന്നെ ഇല്ലാതെ ഈ പറയുന്ന തറവാടക മാറ്റി അത് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ തടികൾ എടുക്കാനുള്ള എല്ലാവിധ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടിയതിൻ്റെ പരിണിത ഫലമായിട്ട് ഇന്ന് ഇവിടെ വെച്ച് മറ്റ് കമ്പകത്തടി 50.54 കുബിക്കടി കമ്പകത്തടി എടുക്കാൻ തീരുമാനമാകി. ഇനി ഇത് കൊണ്ടുപോയി ഈ 50.54 കുബിക്കടി തടി കൊണ്ടുപോകുന്നത് പാലോട്, ഇവിടെ തൊട്ടടുത്തുള്ള പാലോട് ഉള്ളൊരു സോമിലാണ്. അവിടെ പോയി അറുത്ത ശേഷം മാത്രമേ എത്ര വേസ്റ്റേജ് ഉണ്ടാവൂ എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ആ വേസ്റ്റേജിൻ്റെ കണക്കാക്കി ഇതിന് ആവശ്യകരമായിട്ടുള്ള തടികൾ ഇനി വേണമെങ്കിൽ അതും തരാൻ വനം വകുപ്പ് സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പുരാവസ്തുവും വനം വകുപ്പും ഈ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായ സമീപനമാണ് എടുത്തിരിക്കുന്നത്. തൂക്കുപാലം സംരക്ഷണ സമിതി പ്രസിഡന്റ് MA നിഷാദ്, സെക്രട്ടറി AK നസീർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം KV സിജു, CPI കുളത്തൂപ്പുഴ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനിൽകുമാർ, പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടി ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കനാൽ വെള്ളത്തിലെ ഒഴുക്കിൽപ്പെട്ട വൃദ്ധ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കറവൂർ സ്വദേശിനി പൊന്നമ്മയെയാണ് പ്രദേശവാസികളായ യുവാക്കൾ രക്ഷപ്പെടുത്തിയത്. രാവിലെ 6 മണിയോടെ കാൽവഴുതി നിറഞ്ഞൊഴുകുന്ന വലതുകര കനാലിലേക്ക് വീണ 90 വയസ്സുള്ള പൊന്നമ്മ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കറവൂർ കനാല് പുറമ്പോക്കൽ വാലതുണ്ടിൽ ഭാഗത്ത് മകൾ സരോജിനിയോടൊപ്പമാണ് പൊന്നമ്മ താമസിച്ചു വരുന്നത്. വാലതുണ്ട് ഭാഗത്തു നിന്നും വാഴപ്പാറ വരെ ഈ വൃദ്ധ തന്റെ ഊന്നുവടിയിൽ പിടിച്ച് വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടന്നു. വാഴപ്പാറയിൽ വെച്ച് പ്രദേശവാസികളായ ബിനു, സുധീർ, ഇമാമുദ്ദീൻ എന്നീ യുവാക്കൾ ചേർന്ന് വൃദ്ധയെ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് എത്തിക്കുകയായിരുന്നു. അജ്ഞാത മൃതദേഹം ഒഴുകി വരികയാണെന്നാണ് ഇവർ ആദ്യം കരുതിയത്. ജീവനുള്ളതായി ബോധ്യപ്പെട്ടതോടെ 3 യുവാക്കളും ചേർന്ന് പത്തനാപുരം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കുകയായിരുന്നു. 3 യുവാക്കളുടെയും സന്ദർഭോചിതമായ രക്ഷാപ്രവർത്തനമാണ് വൃദ്ധയുടെ ജീവൻ രക്ഷിച്ചത്. പത്തനാപുരം CHSCയിൽ പ്രവേശിക്കപ്പെട്ട പൊന്നമ്മയ്ക്കിപ്പോൾ വാർദ്ധക്യത്തിന്റെ അവശത മാത്രമേ ഉള്ളൂ. ഇതുപോലെ രാവിലെ അമ്മ എഴുന്നേറ്റ് കാപ്പി കുടിക്കാൻ നോക്കിയപ്പോൾ അമ്മ അവിടെ കണ്ടില്ല. അങ്ങനെ അമ്മ മലയിലൊക്കെ രാവിലെ പോകുന്നപ്പോൾ അതുകൊണ്ട് മലയിലൊക്കെ നോക്കിയിട്ട് അവിടെയും കാണുന്നില്ല. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ഓമയുടെ സൈഡ് ഞാൻ ഇറങ്ങുന്നത്, കനലിലോട്ട് ഇറങ്ങുന്നത്, അവിടെ ചെരുപ്പ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ട്. അങ്ങനെ അമ്മ അന്നേരം തന്നെ വാലുതുണ്ടിൽ ചെന്ന് അവിടെ കടയിലെങ്ങാനും പോയതാണെന്ന് അറിയാൻ. അവിടെ ചെന്നപ്പോൾ വേറൊരാൾ പറഞ്ഞു ഇതുപോലെ വാഴപ്പാറയിലെങ്ങാണ്ട് വെച്ച് അമ്മയെ കിട്ടി, കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ആശുപത്രി പത്തനാപുരത്ത് ഗവൺമെന്റ് ആശുപത്രി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ചെറുപ്പക്കാരെ തേടി ഇപ്പോൾ നാട്ടുകാരുടെ അഭിനന്ദന പ്രവാഹമാണ്. കറവൂർ ഭാഗത്തുനിന്ന് വീണെന്നാണ് വല്യമ്മ പറയുന്നത്. കറവൂരിൽ നിന്ന് വീണിട്ട് 6-7 കിലോമീറ്റർ വെള്ളത്തിലൂടെ താഴോട്ട് വന്നു. ആൾക്കാർ കണ്ടപ്പോൾ എവിടെ വരെ എത്തി? വാഴപ്പാറ വരെ വന്നു. വാഴപ്പാറ അക്കഡേറ്റിൻ്റെ ഒരു 1/2 കിലോമീറ്റർ പോലെ എത്തി. അവിടെ വന്നപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ് ശവം പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഓടിക്കയറി നോക്കിയപ്പം ചെറിയൊരു അനക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ഇമാമുദ്ദീനാണ് ആദ്യം ചാടി പിടിച്ച്, അങ്ങനെ ഞങ്ങൾ 3 പേരെ കൂടി പിടിച്ച് കരയ്ക്ക് കയറ്റി. ലൈവ് വാർത്ത, പത്തനാപുരം. പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു. കല്ലടയാറ്റിലെ ജലനിരപ്പ് താഴ്ന്ന കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് മുടങ്ങിയ സാഹചര്യത്തിലാണ് നടപടി. കടുത്ത വേനലിനെ തുടർന്ന് കല്ലടയാറ്റിലെ ജലനിരപ്പ് താഴ്ന്ന് കല്ലടയാറ്റിൽ നിന്നും ആരംഭിക്കുന്ന മിക്ക കുടിവെള്ള പദ്ധതികളിലും പമ്പിംഗ് മുടങ്ങിയ സാഹചര്യത്തിലാണ് മുക്കടവ് തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചത്. പുനലൂർ നഗരസഭയുടെ ആവശ്യപ്രകാരം MLA അഡ്വക്കേറ്റ് K. രാജു വാട്ടർ അതോറിറ്റിയുമായി നടത്തിയ ചർച്ചയിലാണ് 3 ലക്ഷം രൂപ പ്രത്യേക ഫണ്ടായി ജലവകുപ്പ് അനുവദിക്കുന്നത്. മണൽച്ചാക്ക് നിരത്തി 2.5 അടി തടയണയുടെ ഉയരം വർദ്ധിപ്പിച്ചാൽ പമ്പിംഗ് സുഗമമായി നടക്കും. ഇവിടെ നിന്നും 4 കിലോമീറ്റർ അകലെ വരെ കല്ലടയാറ് ജലസമൃദ്ധമാവുകയും ചെയ്യുമെന്ന് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് അറിയിച്ചു. പമ്പിംഗ് പൂർണ്ണമായിട്ട് നടത്താനൊക്കാത്ത സാഹചര്യമാണ് നിലവിൽ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ അധികാരികളും അതുപോലെ തന്നെ MLA ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ജില്ലാ കളക്ടറെ കാണുകയും ജില്ലാ കളക്ടറെ നിർദ്ദേശപ്രകാരം മേജർ ഇറിഗേഷന്റെ തനത് ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിന് വേണ്ടി പേപ്പർ മില്ല് ഇതിൽ തടയണയ്ക്ക് 3 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. തടയണ പണിയുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഡാം തുറന്നു വിട്ടതിനാൽ വെള്ളം ഒഴുക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തടയണ നടത്താനൊക്കാത്ത സാഹചര്യമായിരുന്നു. പൂർണ്ണമായിട്ട് സ്ഥായിയായിട്ടുള്ള ഇതിനു വേണ്ടി ഒരു എസ്റ്റിമേറ്റ് ഇവിടുന്ന് പോയിട്ടുണ്ട്. അത് 65 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് പോയിട്ടുണ്ട്. ഇപ്പൊ ജാക്കറ്റിംഗ് സംവിധാനം മാതിരിയുള്ള ഇത് ഡാമിന് ഇരു സൈഡുകളിലും ഉയർത്തി ജാക്കറ്റിംഗ് സംവിധാനം പോലെ തന്നെ
തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന നടപടികൾ വൈസ് ചെയർമാൻ പി എ അനസ്, മുൻ വൈസ് ചെയർമാൻ എസ് ബിജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ദിനേശൻ എന്നിവർ സന്ദർശിച്ചു. മണൽചാക്ക് നിരത്തിയാണ് തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ തെന്മല ഡാമിന്റെ ഷട്ടർ ഉയർത്തിയത് നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സമായിരുന്നു. ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നതുമൂലമാണ് ജോലികൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓട്ടിസം ബാധിച്ച 14-കാരിയുടെ ചികിത്സയ്ക്കായി സുമനസുകളുടെ കരുണ കാത്തിരിക്കുകയാണ് ഒരു കുടുംബം. വീട്ടിലേക്കുള്ള ഇടുങ്ങിയ വഴി തകർന്നു കിടക്കുന്നതിനാൽ കുട്ടിയുടെ പഠനവും നിലച്ചമട്ടാണ്. ഇളമ്പൽ തിരുവഴി മുട്ടാശ്ശേരി എലിക്കോട് റോഡിലെത്തിയാൽ ഇടതുവശത്തുകൂടി താഴേക്ക് ഒരു ഇടുങ്ങിയ പാത കാണാം. ഇളകിക്കിടക്കുന്ന കല്ലുകളും പാറക്കഷ്ണങ്ങളും നിറഞ്ഞ ഇതിനെ പാതയെന്നു പോലും വിശേഷിപ്പിക്കുക കഷ്ടം. ഇതുവഴി താഴേക്കിറങ്ങിയാൽ സിമി ഭവൻ എന്ന കൊച്ചു കൂരയിലെത്തും. അതിനുള്ളിലെ ചുവരുകൾ നിറയെ സന്ധ്യ എന്ന കൊച്ചുമിടുക്കി വരച്ചു ചേർത്ത ചിത്രങ്ങളാണ്. പല വർണ്ണങ്ങളിൽ ചാലിച്ചെഴുതിയതാണ് ഈ ചിത്രങ്ങളെങ്കിലും ഇത് വരച്ചിട്ട കലാകാരിയുടെ ജീവിതത്തിന് അത്ര നിറമില്ല. സാധാരണ കരങ്ങൾക്ക് വേണ്ടത്ര ബലം അവളുടെ കൈകൾക്കില്ല, കാലുകൾക്കും. സേതുമണി ദമ്പതികളുടെ ഇളയമകൾ സന്ധ്യയ്ക്ക് 2.5 വയസ്സിലാണ് ഓട്ടിസം ബാധിച്ചത്. എന്നാൽ വിധിയെ പൊരുതി തോൽപ്പിച്ച് അവൾ പഠനത്തിലും ചിത്രരചനയിലുമെല്ലാം മികവ് തെളിയിച്ചു. കാലുകൾക്ക് സ്വാധീനമില്ലാത്തതിനാൽ പരസഹായമില്ലാതെ നടക്കുവാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാനോ പോലും സന്ധ്യയ്ക്ക് കഴിയില്ല. രക്ഷാകർത്താക്കളായ സേതുവും മണിയും സന്ധ്യയെ എടുത്ത് റോഡിലെത്തിച്ച് വാഹനത്തിൽ കയറ്റിയാണ് ഓട്ടിസം ബാധിതർക്കുള്ള പുനലൂരിലെ പ്രത്യേക സ്കൂളിലെത്തിച്ച് പഠിപ്പിച്ചിരുന്നത്. ഇത്തവണ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന സന്ധ്യയുടെ പഠനം വഴിയുടെ തകർച്ച പൂർണ്ണമായതോടെ ഏതാണ്ട് നിലച്ച മട്ടാണ്. കൂലിപ്പണിക്കാരനായ സേതുവിന്റെയും കശുവണ്ടി തൊഴിലാളിയായ മണിയുടെയും തുച്ഛമായ വരുമാനം വീട്ടുചെലവിന് പോലും തികയാറില്ല. +2 വിദ്യാർത്ഥിനിയായ മൂത്ത മകളുടെ പഠന ചെലവും സന്ധ്യയുടെ ചികിത്സാ ചെലവുമെല്ലാം ഇവരുടെ ഈ കൊച്ചു വരുമാനത്തിൽ നിന്ന് വേണം ചിലവഴിക്കാൻ. ഇടിഞ്ഞു വീഴാറായ കൊച്ചു കൂരയിൽ നിന്നും അടച്ചുറപ്പുള്ള ഒരു വീട് എന്നതാണ് ഈ കുടുംബത്തിന്റെ മറ്റൊരു സ്വപ്നം. സ്വന്തം കാര്യങ്ങളെല്ലാം പരസഹായമില്ലാതെ സന്ധ്യയ്ക്ക് ചെയ്യാൻ കഴിയും വിധമെങ്കിലും മകളെ ചികിത്സിച്ച് ഭേദമാക്കണമെന്നാണ് ഈ അമ്മയുടെ ഒട്ടും അതിരുകടക്കാത്ത ആഗ്രഹം. വഴിയുടെയും വീടിന്റെയും മറ്റും ആവശ്യങ്ങളുമായി നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെയും ഈ കുടുംബം സമീപിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായിട്ടില്ല. എങ്കിലും ഇപ്പോഴും ഇവരുടെ പ്രതീക്ഷ തകർന്നിട്ടില്ല. ജനപ്രതിനിധികളും സുമനസുകളും തങ്ങളുടെ ജീവിതത്തിന് നിറം പകരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് സന്ധ്യയുടെ കുടുംബം. ചികിത്സാ സഹായത്തിനായി സന്ധ്യയുടെ പേരിൽ കാനറ ബാങ്കിന്റെ പുനലൂർ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 109910804711. ലൈവ് വാർത്ത, പുനലൂർ. കിഴക്കൻ മേഖലയിൽ വീണ്ടും പുലിപ്പേടി. വളർത്തുമൃഗങ്ങളെ പുലി പിടിക്കുന്നത് പതിവായി കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. കിഴക്കൻ മലയോര ഗ്രാമവാസികളുടെ വീട്ടിൽ പുലർച്ചെ പാലും പത്രവും ഒപ്പം പുലിയും എത്തുന്ന അവസ്ഥയാണ് നിലവിൽ. പുലി നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ ഇരയാക്കുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. 8000 രൂപ വില വരുന്ന തന്റെ പോമറേനിയൻ നായക്കുട്ടിയെ പുലി കൂട് തുറന്ന് ആക്രമിച്ചു ഭക്ഷിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവിലെ തെന്മല സീമാ മന്ദിരത്തിൽ സുദർശനൻ രാവിലെ കണ്ട കാഴ്ച. പുലർച്ചെ നായയുടെ കുര കേട്ടെങ്കിലും മറ്റു ജീവികൾ സ്ഥിരം സന്ദർശകരായതിനാൽ വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. എന്നാൽ വീട്ടിലെത്തിയ പുലി കൂട് തുറന്ന് നായ്ക്കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. ഇതേ ഗണത്തിൽപ്പെട്ട മറ്റൊരു നായയെ മുറ്റത്ത് കെട്ടിയിട്ടിരുന്നെങ്കിലും പുലി ഇതിനെ ആക്രമിച്ചില്ല. വളർത്തുമൃഗങ്ങൾ ഇത്തരത്തിൽ വന്യജീവികളാൽ വേട്ടയാടപ്പെടുമ്പോൾ വനപാലകർ നോക്കുകുത്തികളാവുകയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നും സുദർശനൻ പറയുന്നു. ഇന്നലെ രാത്രി ഒരു 3:30 മണിയോടുകൂടി ഉദ്ദേശം ഒരു 3:30 മണിയോടുകൂടി ആയിരിക്കണം ഈ പുലി വന്ന് പിടിച്ചത്. സാധാരണ ഇവിടെ പട്ടികളിച്ചിനെ കൂട്ടി കിടന്ന് കുരയ്ക്കും, മറ്റ് മൃഗങ്ങളൊക്കെ വരുന്നതിൻ്റെ പേര് കുരയ്ക്കും. ഇത് ആ ഒരു ഉദ്ദേശത്തിൻ്റെ പേരിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ രാത്രി അങ്ങനെ കുരയ്ക്കുകയാണെന്നുള്ള ഇതായിരുന്നു. പക്ഷേ സംഭവം നേരം എടുത്തപ്പോഴാണ് കാണുന്നതിൻ്റെ പോലെ പുലി പിടിച്ചതെന്നുള്ള നമുക്ക് 3 മാസത്തിന് മുമ്പ് ഒരിക്കൽ പുലി ഇവിടെ വന്നിട്ടുണ്ട്. വന്ന് കൂട് തുറക്കാൻ ശ്രമിച്ചായിട്ട് നമുക്ക് മനസ്സിലായി. അതിനുശേഷമാണ് കതവിന് എയർ സാക്ഷം എല്ലാം ഫിറ്റ് ചെയ്തത്. എയർ സാക്ഷം ഫിറ്റ് ചെയ്ത് കഴുത്തെ തുടലുണ്ടായിരുന്നു. പട്ടി കൂട്ടി കിടന്നത് 3:30 മണിക്ക് ശേഷമാണ് സംഭവം. പുലി വന്ന് പട്ടിയെ പിടിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഇതിനു വേണ്ടി എന്തെങ്കിലും സത്വര നടപടി സ്വീകരിച്ച് ഇനി മേലാലിഞ്ഞുള്ള സംഭവങ്ങളും ഇതിന് മനുഷ്യനെ പോലും യാതൊരു വിലയില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ ഇതേ തരത്തിൽ ഈ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളെ കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാനൊക്കാത്തൊരു തരത്തിലാണ് വന്നിരിക്കുന്നത്. ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇതിന് വേണ്ടുന്ന മേലുദ്യോഗസ്ഥരും ഇതിനൊരു നടപടി ഉണ്ടായി ഇനി നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുക. ലൈവ് വാർത്ത, തെന്മല. പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രത്തിലെ കുംഭത്തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി സമൂഹ പ്രാർത്ഥനയും വിശേഷാൽ പൂജകളും നടന്നു. ചൊല്ലുക ചൊല്ലുക പാവനമന്ത്രം.
ഉത്സവത്തിന്റെ ഭാഗമായി മൃത്യുഞ്ജയ ഹോമം, വിശേഷാൽ പൂജകൾ, സമൂഹ അന്നദാനം എന്നിവയും ക്ഷേത്രത്തിൽ നടന്നുവരികയാണ്. പുന്നല മഹാദേവ പ്രാർത്ഥനാ സമിതിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രസന്നിധിയിൽ സമൂഹ നാമജപം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി പ്രമുഖ യജ്ഞാചാര്യൻ മഞ്ചള്ളൂർ സതീഷിന്റെ ആത്മീയ പ്രഭാഷണവും നടന്നു. തിരുവാതിര മഹോത്സവത്തിന്റെ മഹാത്മ്യവും ഐതിഹ്യവും വിളംബരം ചെയ്യുന്നതായിരുന്നു പ്രഭാഷണം. ക്ഷേത്രസന്നിധിയിൽ നടന്ന സമൂഹ അന്നദാനത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബിജു തുണ്ടിൽ, വൈസ് പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണൻ, പി ശ്രീജിത്ത്, ഡി സുധീഷ്, വിനോദ് കുമാർ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ലൈവ് വാർത്ത പത്തനാപുരം. ഇടമൺ ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 11ാം വാർഷികവും രക്ഷാകർതൃ സമ്മേളനവും വെള്ളിയാഴ്ച നടന്നു. ADGP ഋഷിരാജ് സിംഗ് വാർഷികം ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങളുടെ കാര്യം കുട്ടികളൊന്ന് മനസ്സിലാക്കണം. ഈ വയസ്സിലുള്ള കുട്ടികൾക്ക് ചെയ്യാൻ 1-2 കാര്യങ്ങളേ ഉള്ളൂ. മിക്കവാറും കുട്ടികൾ വരുന്നത് അവർ സ്കൂൾ ബസ്സിലോ ഇല്ലെങ്കിൽ ജീപ്പോ ഇല്ലെങ്കിൽ ഓട്ടോയിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ വാഹനങ്ങൾക്ക് വേണ്ടി തങ്ങൾ റോഡിൽ നിന്നാണെങ്കിൽ റോഡിൽ നിന്ന് മാറി നിൽക്കണം. പിന്നെ ഒരു വാഹനത്തിനകത്ത് കയറുമ്പോൾ ഒരു ലൈനിൽ മാത്രമേ കയറാൻ പാടുള്ളൂ. റോഡിന്റെ മേളിൽ ഒരിക്കലും വരാൻ പാടില്ല. അപ്പോൾ ഈ കുട്ടികളുടെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. സ്കൂൾ ബസ്സോ ഓട്ടോയോ ജീപ്പോ അതിനകത്ത് താങ്കൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ വേഗം കൂടുതലാണെങ്കിൽ ആ വിവരവും അമ്മ അച്ഛനോടോ ഇല്ലെങ്കിൽ ടീച്ചറിനോട് പറയണം. താങ്കളുടെ പരിസരം എപ്പോഴും വൃത്തിയാക്കണം. ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ആവശ്യമില്ലാത്ത പേപ്പറോ ഇല്ലെങ്കിൽ വേറെ രീതിയിൽ അവിടെ അഴുക്കുണ്ടാക്കാൻ പാടില്ല. വേസ്റ്റ് മാലിന്യം സ്കൂളിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഇവിടെ തന്നെ സ്കൂളിന്റെ ഒരു ഭാഗത്തിൽ എവിടെയെങ്കിലും അതോ അവിടെ തന്നെ നശിപ്പിക്കണം. അതിന് ഒരു പ്ലാൻ ഉണ്ട്. നമ്മുടെ സർക്കാരിന് സഹായം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വേണമെങ്കിൽ താങ്കളെ സഹായിക്കാൻ കഴിയും. അതിന് ഒരുപാട് പദ്ധതികളുണ്ട്. ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കി മുഴുവൻ അന്ന് കിട്ടുന്ന ഓരോ ദിവസത്തിൽ കിട്ടുന്ന മാലിന്യം അവിടെ തന്നെ കൊണ്ടുപോയി അതോ കത്തിച്ച് നശിക്കണം. അല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയ മാലിന്യം നമ്മുടെ സ്കൂളിൽ പുറത്ത് അവിടെ എറിഞ്ഞാൽ അത് ഈ മാലിന്യം ഡിസ്പോസൽ അല്ല. വെള്ളിയാഴ്ച സ്കൂളങ്കണത്തിൽ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വൈകിട്ട് 4 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് MJ സലീം അധ്യക്ഷനായി. സ്കൂൾ ഡയറക്ടർ MO മാത്യു സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ മുഖ്യ അതിഥിയായി. തെന്മല പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം, വാർഡ് മെമ്പർ താഹിറ ഷെരീഫ്, ഇടമൺ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് BS മാലതിയമ്മ, ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ G അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ D ശാന്തമ്മ സമ്മാനദാനം നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് PM സാറാമ നന്ദി പറഞ്ഞു. പൊതുസമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ലൈവ് വാർത്ത പുനലൂർ. പത്തനാപുരം പാതിരിക്കൽ ക്ഷേത്രത്തിലെ ദ്വിജപ്രതിഷ്ഠ നടന്നു. ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും നടന്നുവരികയാണ്. നൂറ്റാണ്ടിന്റെ ചരിത്രവും ഐതിഹ്യവും വിളിച്ചറിയിക്കുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് പാതിരിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ദേവഹിത പ്രകാരം പ്രദേശവാസികളായ ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടെ ധ്വജപ്രതിഷ്ഠ നടന്നു. ഉത്രം തിരുനാൾ മഹോത്സവവും ആഘോഷപൂർവ്വം നടന്നുവരികയാണ്. ബ്രഹ്മജ്ഞരായ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാടിന്റെയും കൊടിമര ശില്പി പരുമല അനന്തൻ ആചാര്യയുടെയും നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിച്ചത്. പറക്കെഴുന്നള്ളത്ത്, അൻപൊലി, മഹാമൃത്യുഞ്ജയ ഹോമം, ധ്വജപ്രതിഷ്ഠാ ക്രിയകൾ, ധ്വജവാഹന ഘോഷയാത്ര, തൃക്കൊടിയേറ്റ്, നൃത്തോത്സവം, പറക്കെഴുന്നള്ളത്ത്, അൻപൊലി, മഹാമൃത്യുഞ്ജയ ഹോമം, തൃക്കൊടിയേറ്റ്, നൃത്തോത്സവം, കെട്ടുകാഴ്ച, പള്ളിവേട്ട, എഴുന്നള്ളത്ത്, ആറാട്ട് എന്നിവ ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരികയാണ്. ലൈവ് വാർത്ത പത്തനാപുരം. പുനലൂർ സെന്റ് മേരീസ് ബഥനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. പുനലൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളായ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അപ്പനെ കുറിച്ചുള്ള അഭിമാനം, അമ്മയെ കുറിച്ചുള്ള അഭിമാനം. നിങ്ങൾ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ട് അവർക്ക് നൽകുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ തന്നെ ജീവിതമാണ്. ഒരിക്കലും നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കുറിച്ച് വേദനിക്കുവാനായിട്ട് ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് മദർ പ്രൊവിഡൻഷ്യൽ സ്കൂൾ മാനേജർ മദർ ഡോക്ടർ
കാരുണ്യ CIS അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മക്രീന സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അലക്സാണ്ടർ ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. ഒരാളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അവന്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് പഠിക്കുന്നതിന്റെ വളർച്ചയാണെന്നും നല്ലത് ചൊല്ലിപ്പഠിപ്പിക്കേണ്ട കാലമാണ് പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടമെന്നും ഒരു കുട്ടി ഉന്നതിയിലെത്തുമ്പോൾ മാതാപിതാക്കളെക്കാളും സന്തുഷ്ടരാകുന്നത് അധ്യാപകരാണെന്നും അലക്സാണ്ടർ ജേക്കബ് IPS കൂട്ടിച്ചേർത്തു. 3 വയസ്സ് മുതൽ 7 വയസ്സുള്ള ഒരു കാലഘട്ടമാണ്. LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2. ഈ 4 വർഷങ്ങൾ കുട്ടിയെ ആര് പഠിപ്പിക്കുന്നു എന്നുള്ളത് ഒരു കുഞ്ഞ് ഭൂമിയിൽ ആരായി തീരുന്നു നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ. പുനലൂർ ഇടവക വികാരി ഫാദർ മാത്യു മരോട്ടിമുട്ടിൽ, മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, മുൻ MLA പുനലൂർ മധു, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് അംഗം K ധർമ്മരാജൻ, പ്രഥമ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അഗാപ്പെ, പൂർവ്വ അധ്യാപിക CB അലക്സ്, പൂർവ്വ വിദ്യാർത്ഥി T തൽഹിദ്, PTA പ്രസിഡന്റ് സന്തോഷ് ചെറുകടവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ചർച്ചകൾ മാത്രം പോരാ, പ്രാവർത്തികമാക്കുന്നതിനുള്ള ശ്രമമാണ് വേണ്ടതെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഓരോ ഗ്രാമങ്ങളും വീടുകളും കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തമാകണമെന്നും മന്ത്രി. തൂക്കുപാലത്തിൽ പാകുന്നതിന് തികയാതെ വന്ന കമ്പകത്തടി വനം വകുപ്പിന്റെ കുളത്തൂപ്പുഴ ഡിപ്പയിൽ നിന്നും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. പാലത്തിന് വീണ്ടും ശാപമോക്ഷ പ്രതീക്ഷ. വലതുകര കനാലിലെ ഒഴുക്കിൽപ്പെട്ട വൃദ്ധ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രക്ഷപ്പെടുത്തിയത് 3 യുവാക്കൾ. കിഴക്കൻ മേഖല വീണ്ടും പുലിപ്പേടിയിൽ. തെന്മല നിവാസിയുടെ വീട്ടിലെ വളർത്തുനായയെ കടിച്ചുകീറി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.